പാർലമെൻറ്റിൽ എം പിമാർ ചില വിഷയങ്ങളിൽ വോട്ട് ചെയ്യാറുണ്ട്. പാർലമെൻറ്റിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി 3 ഓപ്ഷൻസ് ഉണ്ട്. യേസ്, നോ, അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ. അതായത് ഒന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളത്തില്ല, ഇല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ 3 ഓപ്ഷൻസാണ് പാർലമെൻറ്റിൽ എം പിമാർക്ക് അവരുടെ വോട്ടിങ്ങിൽ ഉള്ളത്. അവർ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും വിഷയം വോട്ടിനിടുമ്പോൾ. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ്. അതായത് എം പിമാരെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ്. ആ എം പിമാരെ തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. അതിനുശേഷമാണ് അവർ പാർലമെൻറ്റിൽ പോയി മറ്റ് വിഷയങ്ങളിൽ അവർ വോട്ട് ചെയ്യുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ എം പിമാരെ തിരഞ്ഞെടുക്കാനുള്ള നമ്മളുടെ തിരഞ്ഞെടുപ്പിൽ നമുക്കിങ്ങനെ ഈ പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനില്ല. സർക്കാരും ഇലക്ഷൻ കമ്മീഷനും എല്ലാവരും പറയുന്നത് നമ്മളുടെ വിലയേറിയ വോട്ടവകാശം വിനിയോഗിക്കണം. വലിയൊരു അവകാശമാണ്, അല്ലെങ്കിൽ ഒരു റൈറ്റാണ്, റൈറ്റ് ടു വോട്ട്. അപ്പോൾ അത് നമ്മൾ പാഴാക്കി കളയരുത്. എല്ലാവരും വോട്ടിംഗ് ദിവസം പോയി ക്യൂ നിന്ന് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എനിക്ക് വേണം, അല്ല ഞങ്ങളുടെ പാർട്ടിക്ക് വേണം എന്നൊക്കെയാണ് പ്രചരണം. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ ലാസ്റ്റ് വോട്ടെണ്ണൽ വരെയുള്ള ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിട്ടാണ് ഈ വോട്ടിംഗ് കാലഘട്ടം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അത് ആദ്യം മുതൽ തന്നെ പങ്കാളികളാവണം, അവസാനം വരെ. കാരണം ഉത്സവമാണല്ലോ, ജനാധിപത്യത്തിൻ്റെ ഉത്സവം. അതാണ് ഈ ഒരു വോട്ടിംഗ് കാലഘട്ടം. അപ്പോൾ അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന എം പിമാർക്ക് പാർലമെൻറ്റിലുള്ള ആ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമ്മുടെ പല സ്ഥാനാർത്ഥികളും ഓരോ മണ്ഡലങ്ങളിലും ഉള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതിലൊന്നും പങ്കെടുക്കാൻ കൊള്ളത്തില്ല, കാരണം ഒരു സ്ഥാനാർത്ഥിയും ഗുണമില്ല. എൻ്റെ പ്രതിനിധിയായിട്ടിരിക്കാൻ ആരും യോഗ്യനല്ല. ഒന്നെങ്കിൽ അഴിമതിക്കാരനായിരിക്കും, അല്ലെങ്കിൽ കുറേ ക്രിമിനൽ കേസുകളിൽ പെട്ടയാളായിരിക്കും, അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്തതിന് മുമ്പ് ഒരു പ്രാവശ്യം ജയിപ്പിച്ചു വിട്ടു, പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ ഒരു കാര്യവും ചെയ്യാത്ത ഒരു കക്ഷിയാണ്. അപ്പോൾ ഇയാളെ വീണ്ടും ജയിപ്പിച്ചു വിട്ടിട്ട് എന്ത് കാര്യം? അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടാകാം ഇപ്പോൾ പല സ്ഥാനാർത്ഥികളെ നമ്മൾ നോക്കുമ്പോൾ. അപ്പം അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം, പാഴാക്കരുത്, ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. എന്ത് ചെയ്യും? വളരെ വിരളമായിട്ടാണ് നമ്മളുടെ സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും ഇയാൾ തീർച്ചയായിട്ടും ജയിക്കണം, ഇയാൾ ജയിച്ച് പാർലമെൻറ്റിൽ പോകണം, പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വളരെ നല്ലതാണ്, ഇയാൾ നല്ല വിവരമുള്ള ആളാണ്, ഇയാൾ ഒരിക്കലും അഴിമതിക്കാരനാവത്തില്ല, ഇയാൾ ഒരിക്കലും ഒരു ക്രിമിനൽ ചിന്തയുള്ള ആളല്ല, അയാളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല, ഈ നാടിന് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് അയാൾക്ക് പോയി ഞാൻ വോട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. മീൻസ് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ, വോട്ടർമാരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നവർ. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, തമ്മിൽ ഭേദം ഒരാൾ. ഏതായാലും പോയി വോട്ട് ചെയ്യാം, ആരും വലിയ ഗുണമൊന്നുമില്ല, ഇയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ പിന്നെ കണി കാണാൻ പറ്റത്തില്ല, ഇനി 5 വർഷം കഴിഞ്ഞ് ഇയാളെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇയാൾ വലിയൊരു കുഴപ്പക്കാരനൊന്നുമല്ല, ഇയാൾ നന്നായിട്ട് സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, പാർലമെൻറ്റ് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമായിരിക്കും, അതുകൊണ്ട് പോട്ടെ, നാടിന് വലിയ ഗുണമൊന്നുമില്ല, നമുക്ക് കാണാനും കിട്ടത്തില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പോയി വോട്ട് ചെയ്യാം. പക്ഷേ ഇത് ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. ഇനി നമുക്ക് കാണാൻ കിട്ടത്തില്ല, നമുക്ക് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും അയാൾ പോട്ടെ എന്നുള്ളതാണേലും പോയി വോട്ട് ചെയ്യണം. തോൽപ്പിക്കാനാണേലും വേറെ ആർക്കെങ്കിലും വോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതൊന്നും അല്ലാത്തൊരവസ്ഥ ഉണ്ടാകാമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ വോട്ടവകാശം എനിക്കുണ്ട്, പക്ഷേ പങ്കെടുക്കുകയും ചെയ്യണം. ഈ ഉത്സവത്തിൽ പോയി ക്യൂ നിന്ന് എനിക്ക് വോട്ട് ചെയ്യണം, പക്ഷേ ഒരുത്തിനും വോട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല. അപ്പോൾ അങ്ങനെ ആണ് ഈ നോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നു. അത് 2009 മുതൽ ഇന്ത്യയിലുണ്ട്. 2013 PUCL വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ഒരു കേസിലാണ് 2013 സുപ്രീം കോടതി പറഞ്ഞു എല്ലാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ബാലറ്റ് പേപ്പറിൽ വേണം. അതിൻ്റെ ഒരു ഡിസൈൻ 2015 അഹമ്മദാബാദിലുള്ള NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനാണ് ആ ഒരു ഇൻഡു ചിഹ്നമൊക്കെയുള്ള ആ നോട്ടയുടെ ഡിസൈൻ ചെയ്തത്. ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിച്ചു. അങ്ങനെ അതിനുശേഷം 2013 ചില നിയമസഭ 4-5 സ്ഥലത്തുള്ള നിയമസഭ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് നോട്ട്
ഉപയോഗിക്കുന്ന 2013 സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം. അതിനുശേഷം ഈ നോട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അതായത് ബാലറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ ഈ നോട്ട ചിഹ്നമുണ്ടാവും. ആ ചിഹ്നം NID രൂപകൽപ്പന ചെയ്തതുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ നോട്ട വേണമെന്ന് പറഞ്ഞത്? എല്ലാവർക്കും വോട്ട് അവകാശമുണ്ട്, അതായത് റൈറ്റ് ടു വോട്ട്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാതിരിക്കാനുള്ളൊരു അവകാശവുമുണ്ട്, അതായത് റൈറ്റ് നോട്ട് ടു വോട്ട്. ഒരു കാൻഡിഡേറ്റിന് എനിക്കിഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ല എന്ന് പറയാൻ, ഇതിലെ ഒരു സ്ഥാനാർത്ഥിയും കൊള്ളത്തില്ല എന്ന് പറയാൻ, അല്ലെ നെഗറ്റീവ് വോട്ടിംഗ് എന്നുള്ളൊരു അവകാശം എല്ലാ സമ്മതിദായകർക്കും ഉണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിൻ്റെ കാരണം ഈ നോട്ട വേണ്ടതിൻ്റെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ റൈറ്റ് ടു സീക്രസി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്, അതായത് രഹസ്യ ബാലറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചരണം വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും കയറി ഇറങ്ങി, അല്ലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാർട്ടി ആൾക്കാർ കയറി ഇറങ്ങി എല്ലാവരെയും കാണുന്നു. നിങ്ങളുടെ വോട്ടവകാശം, വിലയേറിയ വോട്ടവകാശം പാഴാക്കി കളയരുത്, അത് എനിക്ക് വേണം, എൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണം, എൻ്റെ സ്ഥാനാർത്ഥി വലിയ വികസനം ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്, മലമറിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കും. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ ഇയാൾ വോട്ട് ചെയ്യാൻ പോയില്ലല്ലോ, അയാൾ പിന്തിരിപ്പനാണല്ലോ, അയാൾ ഒരു രാജ്യസ്നേഹി അല്ലല്ലോ, ഉത്തരവാദിത്ത പൗരനല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചീത്തപ്പേരുണ്ടാകാം. അത് ഈ റൈറ്റ് ടു സീക്രസി എന്ന് പറയുന്നതിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ഈ ഒരുത്തിനും കൊള്ളത്തില്ല എന്നുള്ള, ഒരു സ്ഥാനാർത്ഥിയും കൊള്ളത്തില്ല എന്നുള്ളത്. പക്ഷേ പണ്ട് അസാധുവാക്കുക എന്നുള്ള ഒരു പരിപാടിയായിരുന്നു. അതായത് ഈ ബാലറ്റ് പേപ്പർ വാങ്ങിച്ച ശേഷം, ഒപ്പൊക്കെ ഇട്ട് വാങ്ങിച്ച ശേഷം അതിൻ്റെ അകത്ത് എന്തെങ്കിലും കുത്തിവരയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത ശേഷം. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ് ഈ നോട്ട എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോട്ട വന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. ഫ്രാൻസ്, ബെൽജിയം, ബ്രസീൽ മുതലായ, ഗ്രീസ് മുതലായ രാജ്യങ്ങളിലൊക്കെ നോട്ടയുണ്ട്. അതായത് നെഗറ്റീവ് വോട്ടിംഗ് എന്ന് പറയും. അവിടെ ഫ്രാൻസിലൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തന്നെയാണ്, ഇവിടുത്തെ പോലെ തന്നെ ഇലക്ട്രോണിക് സാധനം തന്നെയാണ്, അവിടെയൊക്കെ നോട്ടയുണ്ട്. അപ്പോൾ 2013 നമുക്കിവിടെ നോട്ടയുണ്ട്. അപ്പോൾ ഈ നോട്ട എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുന്ന വോട്ടർമാർക്കുള്ളതാണ് ഈ നോട്ട. അതായത് ഈ മണ്ഡലത്തിലെ ഓരോ സ്ഥാനാർത്ഥിയും കൊള്ളത്തില്ല, ഓരോ സ്ഥാനാർത്ഥിയും ജയിച്ചു പോയാൽ ഗുണമില്ല, എൻ്റെ പ്രതിനിധിയായിരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയും യോഗ്യനല്ല എന്നെനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഉത്തരവാദിത്തോടു കൂടി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിഹ്നമാണ് ഈ നോട്ട ചിഹ്നം. ഒരു 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 നിർദ്ദേശമുണ്ടായിരുന്നു, ഒരു ഇലക്ഷനിൽ നോട്ടയ്ക്ക് ഏതെങ്കിലും സ്ഥാനാർത്ഥിയേക്കാളും കൂടുതൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഇലക്ഷൻ വെക്കുകയും, അതുപോലെ ഇതിപ്രാവശ്യം നിന്ന് ഒരു സ്ഥാനാർത്ഥിയും പിന്നെ നിൽക്കരുതെന്നൊക്കെയുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇതുവരെ നടപ്പായിട്ടില്ല. ഇപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാലും സ്ഥാനാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയെ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. പക്ഷേ നോട്ട എന്ന് പറയുന്നത് ഒരു വലിയ സന്ദേശമാണ്. ഈ പ്രാവശ്യം ഈ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും ഗുണമില്ലാത്തവനാണ്. ഈ സ്ഥാനാർത്ഥി എൻ്റെ ഒരു പ്രതിനിധിയായിട്ട് പാർലമെൻറ്റിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ നോട്ട എന്ന് പറയുന്നതും ഒരു നല്ല ചിഹ്നമാണ്. അതിൽ കൂടി ഒരു വലിയൊരു സന്ദേശമുണ്ട്. ഇപ്രാവശ്യം കെട്ടിയിറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും ഗുണമില്ല എന്ന് ഒരു സന്ദേശം നൽകാൻ ചിന്തിക്കുന്ന വോട്ടർമാർക്ക് ഏറ്റവും നല്ല ഒരു മാർഗമാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക.